നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 10 തിങ്കളാഴ്ച, തുലാം 24. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു. 1 കോടിയോളം ലിറ്റർ സംഭരിക്കാവുന്ന ടാങ്കാണ് തകർന്നത്. സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആദ്യം ചില ദൃശ്യങ്ങളിലേക്ക്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി തമ്മനത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, റോഡിലേക്കും വീടുകളിലേക്കുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതികരണവും നേരത്തെ നമ്മൾ കണ്ടു. എന്താണ് സംഭവിച്ചത്? കാലപ്പഴക്കമാണ് ഇത് തകരാൻ കാരണമെന്നാണോ മനസ്സിലാക്കുന്നത് വിപിൻ സി വിജയൻ? റിജിത്ത്, അതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവാൻ കഴിയുന്നത്. കാരണം ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ്. നമുക്ക് ഈ പകൽ വെളിച്ചത്തിൽ ആ ദൃശ്യങ്ങൾ കാണാം. ഈ ഭാഗമാണ് തകർന്നത്. ഇത് തമ്മനം കുത്താമ്പാടിയിലുള്ള ഏകദേശം 1,35,00,000 ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഈ കൊച്ചി നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാന ടാങ്കുകളിൽ ഒന്നാണ്. അതാണിപ്പോൾ ഈ തകർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം അതൊരു വശത്തേക്ക് തെന്നി മാറുകയായിരുന്നു. അങ്ങനെ വെള്ളം ആദ്യഘട്ടത്തിൽ ചെറുതായി പുറത്തേക്ക് വരുന്നു. പിന്നീട് വലിയൊരു പ്രളയ സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ആ ഭാഗം മുഴുവൻ തന്നെ ഒലിച്ചു വെള്ളം പുറത്തേക്ക് വരികയായിരുന്നു. ഈ ഭാഗമൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ തന്നെ ഒരു കാലപ്പഴക്കമാണ് ഇത് തകരാനുള്ളൊരു കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു വശത്തേക്ക് മാറിയതോടുകൂടി തന്നെ ഇത്രയേറെ വെള്ളം ഒറ്റയടിക്ക് പുറത്തേക്ക് കുത്തി ഒലിച്ച് വരികയായിരുന്നു. ആ ഇരച്ചെത്തിയ വെള്ളം ഇവിടുത്തെ വീടുകളിലേക്കാണ് പൂർണ്ണമായിട്ടും കയറിയത്. ഇതിപ്പോൾ ഒരു വലിയൊരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നല്ലേ ആ സമയത്ത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഞാനൊരു ഫോൺ ബില്ല് കേട്ടാണ് കാല് താഴെ എടുത്തോളം നിറച്ചും വെള്ളം. പെട്ടെന്നാണ് നോക്കുമ്പോൾ വീടിനകം കംപ്ലീറ്റ് വെള്ളമാണ്. കാരണം ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജായാലും സൗണ്ട് സിസ്റ്റം ആയാലും ഇതിലും വെള്ളം കയറി പോകുന്ന അവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ ഇത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം തന്നെ. പിന്നെ ഇവിടെ നോക്കുമ്പോഴാണ് പല വാഹനങ്ങൾ ഒഴുകി അവിടെ നടക്കുന്ന വീടിൻ്റെ ചുറ്റിനും മതിലുകളുടെ അവശിഷ്ടങ്ങളെല്ലാം വന്ന് കിടക്കുന്ന അവസ്ഥ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ടാണല്ലേ അറിയുന്നത്? അല്ലാണ്ട് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ പിന്നെ കുറെ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഉയർച്ച അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ അറിയുള്ളൂ. ആദ്യത്തെ വീട്ടുകാരാണ് അവിടെ ഇങ്ങനെ ശബ്ദം കേട്ട് അവർ നോക്കുമ്പോഴാണ് ഇങ്ങനെ പൊട്ടി വീണ ഒച്ച കേട്ടാ. അങ്ങനെ അവരെ ഫോൺ വിളി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണം. പിന്നെ നോക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളമുണ്ടല്ലോ. അപ്പോൾ വളരെ കാലപ്പഴക്കം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നോ? കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും ഒരു കാര്യക്ഷമതയോടുകൂടി ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാനും കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടാങ്ക് പൊട്ടിയ അവസ്ഥയാണ് കാണുന്നത്. ഇതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. കാരണം ടാങ്ക് നിറഞ്ഞു വന്നത് ആലുവയിൽ നിന്ന് വെള്ളം ഇവിടെ ശേഖരിക്കണതാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് പമ്പിങ് നടത്തി ഇവിടെ ഓവർഫ്ലോ വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും. ഇത് പല സമയത്തും സ്റ്റക്കായി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു ബോളാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഈ ബോൾ ഒരു ചരടിൽ കെട്ടിക്കിട്ടുന്ന ഈ കപ്പി എവിടെയെങ്കിലും സ്റ്റക്കായി പോകുമ്പോൾ ഇത് നിറഞ്ഞ് ഇവിടെ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് അപ്പുറത്തേക്ക് വരുന്നു. ഇതേ രീതിയിൽ തന്നെ മതിലുകളൊക്കെ ഇതിന് മുമ്പ് വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മതിൽ വീണിട്ടുണ്ട്, വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, കിണറുകൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അതിനൊരു അടിയന്തര പരിഹാരം എന്നുള്ളതെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുക. തൊട്ടപ്പുറത്തൊരു പ്രധാനപ്പെട്ട തോടുണ്ട്, പുഞ്ചത്തോട്. അതിൽ നിന്ന് കണിയാമ്പുഴയിലേക്ക് വെള്ളം ഒഴുകി പോയിക്കോളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്താണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് വെള്ളം ഒഴുകി ഈ പ്രധാനപ്പെട്ട തോട്ടിലേക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. അതെ, അവിടെ ഒരു ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതിൻ്റെ ആ ഒരു ദുരന്തം ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇവിടെ നിന്നും ഈ കാണുന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ നിന്നും ഇരച്ച് വെള്ളം ഈ വഴിയിലൂടെ പോവുകയായിരുന്നു. അങ്ങനെയാണ് അടുത്തുള്ള വീടുകളിലേക്ക്, അവിടുത്തെ വാഹനങ്ങൾ, റോഡ് എല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ 2019 ആ ഒരു പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ട കാഴ്ചയുണ്ട് റീജിത്ത്. അത് സമാനം, അത് തന്നെ എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള അത്രയേറെ വെള്ളമാണ് ഒറ്റയടിക്ക് കുത്തിയൊലിച്ച് വന്നത്. ഇവിടുത്തെ നമ്മൾ നേരത്തെ സംസാരിച്ച ആ ചേട്ടനൊക്കെ പറയുകയായിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടിപ്പോയോ എന്ന് പോലും സംശയിക്കുന്നു. അത്ര പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ആ നേരത്ത് ഉണ്ടായതെന്നാണ്. ഇത് പുലർച്ചെ 2:30 ഈ ഒരു വാട്ടർ ടാങ്ക് പൊട്ടുകയും വെള്ളം പുറത്തേക്ക് ഇരച്ചെത്തുകയും ചെയ്തത്. അതിനുശേഷം അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം അറിഞ്ഞ ആളുകൾ പിന്നീട് തൊട്ടടുത്തുള്ള ആളുകളെയൊക്കെ മൊബൈൽ ഫോണിൽ വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയല്ല, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് നോക്കുമ്പോൾ പോലും അത് മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സജിൽ, ഇതാ ഈ വീട്ടിലേക്കാണ് രജിത്ത് നമ്മൾ കാണുന്ന ഈ വീട്ടിലേക്കാണ് ആദ്യം വെള്ളം ഇരച്ചെത്തുക. കാരണം ഇതാണ് ഏറ്റവും ഈ ടാങ്കിന് തൊട്ടടുത്തുള്ള വീട്.
ഈ ഒരു മതിലൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതിൻ്റെ പല ഭാഗങ്ങളിലും ആ ഭാഗത്താണ് ഇവിടുത്തെ സ്കൂട്ടറുകളൊക്കെ അങ്ങനെ തകർന്ന് അവിടേക്ക് ഏകദേശം അവിടുന്ന് മാറിപ്പോയി കിടക്കുകയായിരുന്നു. ഈ ഒരു ഗേറ്റാണ് ആദ്യം തകർത്ത് വെള്ളം വന്നത്. ചേച്ചി ആ സമയത്ത് പേടിച്ചല്ലേ? സമയത്ത് പേടിച്ച് എന്താണ് വെള്ളം, ഞങ്ങൾ വിചാരിച്ചു ഇതിലൊക്കെ പൊങ്ങി പോകുമായിരിക്കും വിചാരിച്ചു. ഭയങ്കര ഒഴുക്കായിരുന്നു അങ്ങോട്ട്. പിന്നെ ഞങ്ങളുടെ കുറേ സാധനങ്ങൾ പോയി, മോട്ടർ, വാട്ടർ ടാങ്ക്, ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിലൊക്കെ ചെള്ള കയറി, ഇൻവെർട്ടർ, ബാറ്ററി, വാഷിംഗ് മെഷീനൊക്കെ അപ്പുറത്ത് പോയി. പിന്നെ അകത്ത് ഫ്രിഡ്ജിലും കുറച്ച് കയറി, പുതിയ ഫ്രിഡ്ജാണ്. വെള്ളം മുകളിൽ കയറിയില്ല, മുകളിൽ ഇവിടെ കയറിയില്ല. അപ്പം ആ ബാക്കിൽ കൂടി 2 റൂം താഴെ, ആ ഡൈനിങ്ങും കിച്ചണും, അവിടെ കുറച്ച് വെള്ളമുണ്ടാകും. പിന്നെ അവിടുത്തെ സാധനമൊക്കെ പോയി അങ്ങോട്ട് ഒഴുകിയില്ലാണ്ടാ. ഇപ്പത്തെ കിടന്ന സാധനം അവിടെ ഇടമണത്തിലുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഈ സ്കൂട്ടറുകളൊക്കെ, ഈ കിടക്കുന്ന സ്കൂട്ടറൊക്കെ ഇവിടെ തന്നെയാണോ? ഇവിടത്തെ വാടകക്കാരുടെ ഉണ്ട്, മോളുടെ ഉണ്ട്. പിന്നെ കാറ് വാടകക്കാരുടെ. എപ്പോഴാണ് അറിഞ്ഞത്? ആ സമയത്ത് തന്നെ അറിഞ്ഞു, സൗണ്ട് കേട്ടപ്പോൾ അറിഞ്ഞു. സൗണ്ട് തന്നെ എഴുന്നേറ്റ് ഞാൻ മുകളിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ജനൽ തുറന്നു നോക്കിയപ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. അപ്പോഴേ മനസ്സിലായത് പൊട്ടിയിട്ടുണ്ടെന്ന്. ഉണ്ടായിരുന്നു പൊട്ടുക എന്നുള്ളൊരു കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അവരവിടെ പിക്കാസ് കൊണ്ട് മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കുത്തിപ്പൊട്ടിച്ച്. അപ്പൊ പിന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാവുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വലിയ അളവിൽ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന ടാങ്കാണ്. അവിടെയുള്ള ജലവിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ വിപിൻ? അതെ, തീർച്ചയായും. ഇപ്പോൾ തൃപ്പൂണിത്തറ അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ 1,35 ലക്ഷം ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ഒരു പ്രധാന ഭാഗങ്ങളിലൊക്കെയും തന്നെ വെള്ളം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ആലുവയിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്യുന്നത് ഇവിടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഈ ജലവിതരണം മുടങ്ങും. ഒപ്പം തന്നെ അത് എത്രത്തോളം അതിനൊരു ഡെപ്ത് ഉണ്ടാവും, അത് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് മുടങ്ങും എന്നുള്ളത് ഇനി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. അവരിങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമായിരിക്കും അതിലൊരു കൃത്യത വരികയുള്ളൂ. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു നാശനഷ്ടം കണക്കാക്കേണ്ടതുണ്ട്. അത് കുറച്ച് വലിയൊരു അളവിൽ തന്നെ ഉണ്ടാകും. കാരണം വീടിന്റെ മതിൽ, അതിന്റെ വാഹനങ്ങൾ, വീടിന്റെ പല വീടുകളുടെയും അകത്ത് വെള്ളം കയറിയിരിക്കുന്നു. അപ്പോൾ ആ നാശനഷ്ടം കൂടി കണക്കാക്കണം. ഇത്രയും സ്ഥലത്ത് ജലവിതരണം മുടങ്ങും. ഒപ്പം തന്നെ ഇത്രയും കാലപ്പഴക്കമുള്ളത് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതിൽ കൂടി ഒരു അന്വേഷണത്തിനുള്ള സാധ്യത കൂടിയാണ് നിൽക്കുന്നത്. തമ്മനത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തമ്മനത്താണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നത്. വലിയ അളവിൽ വെള്ളം സംഭരിച്ചു വെച്ചിരുന്ന ടാങ്കാണത്. തകർന്നതോടുകൂടി വീടുകളിലേക്ക് വെള്ളം കയറി, നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി, റോഡുകൾ തകരുന്ന നിലയുണ്ടായി. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരും. ആദ്യം തിരുവനന്തപുരത്തെ നിന്നുള്ള വിവരങ്ങളിലേക്കാണ്. തെക്കൻ കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് റിനു ശ്രീധർ വിശദീകരിക്കും. റിനു, പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന്? മോർണിംഗ് ടി കെ രജിത്ത്. എന്തായാലും ഒരു വാർത്താ പ്രഭാതം തന്നെയാണ്. വലിയ തിരക്കുള്ള വാർത്തയിലേക്ക് പോകുന്നു ഇന്നത്തെ ദിവസം തന്നെ എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു പ്രഖ്യാപനം നടത്തുക. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. അതായത് ഈ മാസം അവസാനവും ഡിസംബർ ആദ്യ ആഴ്ചയിലുമായിട്ടായിരിക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഡിസംബർ 21-ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരിക എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗണഗീത വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഗണഗീത വിവാദത്തിൽ സ്കൂളിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് വിശദീകരണം ചോദിക്കുമെന്നുള്ള ഒരു വിവരമാണ്. എന്തായാലും സ്കൂൾ അധികൃതർ പറയുന്നത് സ്കൂൾ അറിഞ്ഞിട്ടില്ല കുട്ടികൾ ഇങ്ങനെ ഒരു പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ അറിവോടുകൂടിയല്ല എന്നുള്ള വിവാദമാണ്. പക്ഷേ ഇന്ന് ആ ഒരു വിശദീകരണം സ്കൂളിനോട് ചോദിക്കുമെന്നുള്ളതാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. ഇന്നലെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധയേറ്റ് ശിവപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എന്നുള്ളതാണ്. അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം RDOയുടെ നേതൃത്വത്തിൽ നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ്. ഇന്നലെ വലിയ വിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു, വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിനൊരു ടീമിനെ തന്നെ പ്രഖ്യാപിക്കും DMV
DME എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആശുപത്രിക്ക് പുറത്തുള്ള SIT ആശുപത്രിക്ക് പുറത്തുള്ളവരും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കൊല്ലത്തെ വേണുവിൻ്റെ ചികിത്സാ പിഴവ് മൂലമുള്ള മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് DMEക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ്. നിലവിൽ ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും വേണുവിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് ശേഖരിച്ച ക്യാഷ് ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും മറ്റു മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് വേണുവിന് ചികിത്സാ പിഴവൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും കൃത്യമായി പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതുമാണ്. എന്തായാലും ഇന്ന് ആ റിപ്പോർട്ട് DMEക്ക് കൈമാറും എന്നുള്ളതാണ്. ഇങ്ങനെ വലിയൊരു വാർത്താ തിരക്കിലേക്ക് തന്നെയാണ് ഇന്ന് തലസ്ഥാന നഗരവും തെക്കൻ കേരളവും പോകുന്നത്. റിജിത്ത, ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിനു ശ്രീധർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. മുരാരി ബാബു സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി വരുന്ന 12-ാം തീയതി പരിഗണിക്കും. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് വാസു. മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെയും അംഗമായി മുൻ മന്ത്രി K രാജുവിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടനിറങ്ങും. CPIM നോമിനിയായാണ് K ജയകുമാർ ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. CPIയുടെ പ്രതിനിധി മുൻ മന്ത്രി കൂടിയായ K രാജുവാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമന ഫയലിൽ ഒപ്പിട്ട ശേഷം വിജ്ഞാപനം പുറത്തിറങ്ങും. നിലവിലെ ബോർഡിന്റെ കാലാവധി ബുധനാഴ്ച അവസാനിക്കുകയാണ്. 13-ന് പുതിയ പ്രസിഡന്റും അംഗവും ചുമതല ഏറ്റെടുക്കും. ഇനി മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ തയ്യാറാണ്. വിപിൻ, രാവിലെ തമ്മനത്തുണ്ടായ ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് തകർന്നുള്ള അപകടം, അതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചു. അതല്ലാതെ മറ്റെന്തൊക്കെ വാർത്തകൾ ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം വിപിൻ? രജിത്ത്, തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് തകർന്നത് തന്നെയാണ് ഇന്ന് പ്രധാനമായും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൽ എന്തുകൊണ്ട് ഈ കാലപ്പഴക്കം വന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം അത് AEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇന്നിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷനിൽ അവരുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. മേയർ വനിതയാകുമെന്ന് ഉറപ്പിച്ചതോടുകൂടി 3 പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ദീപ്തി മേരി വർഗീസ്, ഒപ്പം തന്നെ ഷൈനി മാത്യു, മിനിമോൾ എന്നീ 3 പേരുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. 64 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ ഒരു ഒരു ഇഞ്ചോടിഞ്ച് മത്സരം അത് തിരിച്ചുപിടിക്കും ഇപ്രാവശ്യം കോർപ്പറേഷൻ എന്നുള്ളത് തന്നെയാണ് LDFും പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരത്തിലേക്ക് പോകും. സമാനമായിട്ടുള്ള സാഹചര്യമാണ് തൃശ്ശൂരും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റേത് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിലും ഇത് ആളുകളിലേക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. അവരവരുടെ ഒരു ഇലക്ഷൻ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമാണ്. കേരളം അതൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒപ്പം ഇന്നലെ വൈകിട്ട് കണ്ണങ്കാട് പാലത്ത് നിന്ന് 20 വയസ്സുള്ള ശ്രീരാജ് എന്നുള്ള 20 വയസ്സുള്ള ഒരു യുവാവ് കായലിലേക്ക് ചാടിയിരുന്നു. പക്ഷേ ഏകദേശം 4 മണിക്കൂറായിട്ടും അവിടേക്ക് ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയില്ല എന്നുള്ള ഒരു വലിയ പരാതി അവിടെ നിന്ന് ഉയർന്നിരുന്നു. അവസാനം ഈ ശ്രീരാജിന്റെ വീട്ടുകാരൊക്കെ വന്ന് അവിടെ റോഡ് ഉപരോധിക്കുകയും വലിയ പ്രതിഷേധം നടക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് വന്നാണ് അവരെ മാറ്റിയത്. ആ യുവാവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും ആരംഭിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവരെ തിരച്ചിൽ നടത്തിയെന്നുണ്ടെങ്കിലും ശ്രീരാജിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ സജീവമായിട്ടുള്ള ഒരു വാർത്താ പകൽ തന്നെയാണ് മധ്യ കേരളത്തിൽ. ശരി, കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി രാജ്യതലസ്ഥാനത്തേക്കാണ്, ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി തയ്യാറാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി മാറും. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീം കോടതി ഉത്തരവ് പറയാൻ പോകുന്നു. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് കോടതി സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇതുൾപ്പെടെ എന്തൊക്കെ വാർത്തകൾ ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കണം ബൽറാം?
റിജിത്ത, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ സുപ്രധാനമായ വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച SSK പദ്ധതിയിലെ പണം ബാക്കി കേന്ദ്ര സഹായം അത് അഭ്യർത്ഥിച്ചുകൊണ്ടാകും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഗണഗീത വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി പരാതി നൽകും കേന്ദ്രമന്ത്രിക്ക് എന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് കേന്ദ്രമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. അതേസമയം റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകൾ ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന് ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒട്ടേറെ പേരുടെ പണം നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഡിജിറ്റൽ അറസ്റ്റുകൾ. ഏതാണ്ട് 3000 കോടി രൂപയോളം രാജ്യത്തെ പൗരന്മാർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധയാ എടുത്ത കേസാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ പേരിൽ ഒരു മുതിർന്ന പൗരയിൽ നിന്നും പണം തട്ടിയ സംഭവത്തെ തുടർന്നാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നതും. കർക്കശമായ നടപടി ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. വൃക്കരോഗത്തിൻ്റെ ചികിത്സയെ തുടർന്നാണ് ജാമ്യത്തിനായി ഈ പ്രതി അപേക്ഷ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയായിരുന്നു. കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? സമീർ. ഗുഡ് മോർണിംഗ് റിജിത്ത്. മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഘർഷത്തെ തുടർന്ന് 2 ആഴ്ചയായിക്കൊണ്ട് അറവ് സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടഞ്ഞുകിടക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അത് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ അത് അടച്ചുപൂട്ടണമെന്നുള്ള നിലപാട് തന്നെ തുടരുകയാണ്. അതേസമയം തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് അതിന് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമകൾ മുന്നോട്ട് പോകുന്നത്. ശക്തമായിട്ടുള്ള പോലീസ് കാവലിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സമരസമിതി വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് നാളെ ഒരു ജനകീയ റാലി അവരവിടെ താമരശ്ശേരിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം, അത് തങ്ങളുടെ അവകാശമാണ് എന്ന് മുൻനിർത്തിക്കൊണ്ടാണ്, അത്തരമൊരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പ്രദേശവാസികൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ സമരം തുടരും. അതോടൊപ്പം തന്നെ അവിടെയുള്ള നിരോധനാജ്ഞ 13 വരെ നീട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്. അത് അന്തർ സംസ്ഥാന ബസ്സുകളുടെ സമരമാണ്. അതായത് ടൂറിസ്റ്റ് ബസ്സുകളാണ് ഈ വിധത്തിൽ സമരം നടത്തുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി മുതലായിരിക്കും സമരം ഉണ്ടാവുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയും അതുപോലെ തന്നെ തമിഴ്നാടും നികുതി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് അന്യായമായ നികുതിയാണ് വർദ്ധിപ്പിച്ചത് എന്നും അതൊരിക്കലും തങ്ങൾക്ക് താങ്ങാനാകില്ല. ആ ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ സമരത്തിലേക്ക് പോകുന്നത് എന്നുമാണ് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ബംഗളൂരു അതുപോലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളാണ് അത് തടസ്സപ്പെടുക. അതേ തുടർന്ന് ജോലിക്ക് പോകുന്നവർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരെ ആശ്രയിക്കുന്ന സർവീസുകളാണിത്. അത് തടസ്സപ്പെടുന്നതോടുകൂടെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ നികുതി വലിയ രീതിയിലുള്ള ഈ നികുതി വർധനവിൽ ഇളവ് വേണം എന്നുള്ള ആവശ്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ, അതായത് പ്രധാനമായും ടൂറിസ്റ്റ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ഈ 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് മലബാറിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. റിജിത്ത്. പാലക്കാട് അട്ടപ്പാടിയിൽ പണിതീരാത്ത വീടിടിഞ്ഞു വീണ് സഹോദരങ്ങളായ കുരുന്നുകൾ മരിച്ചതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി ആദിവാസി കുടുംബങ്ങൾ. 100 കണക്കിന് ആദിവാസി കുടുംബങ്ങളുടെ വീടുകളാണ് പാതി വഴിക്ക് നിർമ്മാണം നിലച്ചു കിടക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകാത്തതോടെ പലതും ചോർന്നൊലിച്ച അവസ്ഥയിലുമാണ്. കരാറുകാരും ഉദ്യോഗസ്ഥരും തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു. നിർമ്മാണം നിലച്ച വീട് തകർന്നു വീണ അട്ടപ്പാടി കരുവാര ഊരിൽ 2 കുരുന്നുകളുടെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസം വൈകിട്ട്. ITDP പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകേണ്ട അട്ടപ്പാടിയിലെ നിരവധി വീടുകൾ സമാന രീതിയിൽ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. അഗളിയിലും മുക്കാലിയിലും അടക്കം പലയിടങ്ങളിലായി 500-ലധികം വീടുകളാണ് സമാന രീതിയിലുള്ളത്.
കുട്ടികൾ അപകടത്തിൽപ്പെട്ട കരുവാര ഉന്നതിയിലെ കാഴ്ചയാണിത്. 10ഓളം വീടുകൾ ഈ നിലയിലുണ്ട്. പണി തീർന്നത് ചോർന്നിട്ടുമുണ്ട്. വീടുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം. മഴക്കാലത്ത് ഇവിടെ കഴിയാനാവില്ല. പഞ്ചക്കാട്ടിലേക്ക് കുടിൽ വെച്ച് താമസം മാറണം. വീട് മുഴുവൻ ചോർച്ചയാണ്. കുട്ടികളെ വെച്ച് മഴക്കാലത്തില് താഴെ കിടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വെള്ളം ഭയങ്കര ചോർച്ചല്ല. ഇടിഞ്ഞു പോകുമെന്ന് പേടിയിട്ടാണ് ഞങ്ങൾ പഞ്ചക്കാട്ടിൽ താമസം. തേക്കാൻ ബില്ലായിട്ട് വർഷത്തിൽ തേക്കാനുള്ള പണിക്ക് പൈസ തേക്കാത്ത കരാറുകാർ വഞ്ചിച്ച് മുങ്ങുന്നെന്ന് അട്ടപ്പാടിക്കാർ പറയുന്നു. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ പിന്നിലുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. എത്ര വീടുകളുടെ നിർമ്മാണം നിലച്ചെന്ന കണക്ക് പോലും കൃത്യമായി ലഭ്യമല്ല. 2 കുരുന്നുകളുടെ ജീവൻ നഷ്ടമായതിന് പിന്നാലെയെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമോ എന്ന് ഈ കുടുംബങ്ങൾ കണ്ണീരോടെ ചോദിക്കുന്നു. 24 പാലക്കാട്. കാസർഗോഡ് ബളാലിൽ ജിയോളജി വകുപ്പ് വൃദ്ധ ദമ്പതികൾക്ക് പിഴ ചുമത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ ബളാൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടും. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് തങ്കമണിയും കുടുംബവും മണ്ണ് നീക്കിയതെന്ന റിപ്പോർട്ട് ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. 8 സെന്റ് ഭൂമിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീട് നിർമ്മിക്കാൻ 50 മീറ്റർ അകലേക്ക് മണ്ണ് മാറ്റി എന്ന അയൽവാസിയുടെ പരാതിയിൽ ജിയോളജി വകുപ്പ് 1 ലക്ഷം രൂപയാണ് തങ്കമണിയോട് പിഴയൊടുക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ മണ്ണ് മാറ്റിയതിൽ തെറ്റില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ ഇന്നും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 122 സീറ്റുകളിലേക്കാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നവംബർ 14-നാണ് ഫലം. മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രമായ ബൂത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമം ഉണ്ടായേക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രിയുമെല്ലാം ചേർന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും തേജസ്വി ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയാണെന്നും തേജസ്വി ആരോപിച്ചു. മലപ്പുറം തിരുനാവായ കുംഭമേളയ്ക്കൊരുങ്ങുന്നു. ഭാരതപ്പുഴയിലെ ത്രിവേണി സ്നാനഘട്ടത്തിലാണ് കുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാഗസന്യാസിമാർ കുംഭമേളയിൽ പങ്കെടുക്കും. ഹരിദ്വാർ, പ്രയാഗ്, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ കുംഭമേള നടത്തുന്ന ജൂന അഖാഡ തന്നെയാണ് തിരുനാവായയിലും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. സന്യാസ സമൂഹത്തിലെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് കഴിഞ്ഞ ദിവസം തിരുനാവായ സന്ദർശിച്ചു. ഇവിടെ ഈ മഹാമണ്ഡലേശ്വർ സ്വാമികൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ജുനോ അഖാഡ സ്വാമികളാണ് നാഗസന്യാസിമാരെ. അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വിലയിരുത്താനും കാര്യങ്ങൾക്കും അദ്ദേഹം ദർശനത്തിനും കൂടിയായിട്ടാണ് വന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു ത്രിമൂർത്തി സംഗമസ്ഥാനം നമ്മളെ ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുനാവായയിലും 250 വർഷങ്ങൾക്ക് മുൻപ് മേള നടന്നിരുന്നു എന്നാണ് പറയുന്നത്. 2028-ലാണ് മഹാമേള നടക്കുക. അതിനു മുന്നോടിയായുള്ള വാർഷിക മേളയാണ് ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന 23-ന് മേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായയിൽ ചേരും. 24 തിരൂർ. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനിലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവല്ല 4 കോടി റോഡിൽ പെരുന്തുരുത്തി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിശമന സേന എത്തി രക്ഷപ്പെടുത്തി എന്നാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്. തൃശൂർ സ്വദേശി ഗിരീഷിനെയാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. ലോറിയുടെ മുൻവശം മുറിച്ച ശേഷമാണ് ഇയാളെ പുറത്തെടുത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എന്താണ് ജയശങ്കർ? റീജിത്ത്, ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ് നിയന്ത്രണം വിട്ട മിനി ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് കയറി ഒരു അപകടമുണ്ടാകുന്നത്. തിരുവല്ല 4 കോടി റോഡിൽ പെരുന്തുരുത്തി റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. ഈ അപകടത്തിന് പിന്നാലെ ഈ വണ്ടിയുടെ മുൻഭാഗം ഈ പോസ്റ്റിൽ ഇടിച്ചു കയറിയത് മൂലം ഡ്രൈവറുടെ കാല് ക്യാബിനുള്ളിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തിയാണ് ഇദ്ദേഹത്തെ ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശി ഗിരീഷിനെ രക്ഷപ്പെടുത്തിയത്. ഈ വണ്ടിയുടെ മുൻഭാഗം ഉൾപ്പെടെ വളരെയധികം സാഹസികമായി സമയമെടുത്ത് ഉദ്യോഗസ്ഥർ മുറിച്ച് മാറ്റിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. എന്തായാലും ഗിരീഷിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. എന്തായാലും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെ ഒരു കൃത്യമായ ഇടപെടൽ എന്തായാലും ഒരാളുടെ ജീവൻ
സംഭവിക്കാൻ കാരണമായിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ അപകടമെന്നാണ് പോലീസ് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയുന്നത്. ഗിരീഷിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നത് ആശ്വാസം പകരുന്നൊരു വിവരം കൂടിയാണ്. രജിത്ത്. ശരി, എ വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.